അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മല്ലീൻ്റെ അടിപൊളി കുരുമുളക് രസമാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പം കടുകിട്ട് അത് കറവറ എന്ന് പറഞ്ഞ് പൊട്ടുമ്പം അതിലേക്ക് നമ്മളിടണം എന്തിടണം, നമ്മൾ ഇച്ചിരി വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിലിട്ടൊന്ന് റിവേഴ്സ് കറക്കിയിട്ടെടുക്കുക. ഇത് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കും മൂപ്പിച്ചെടുക്കാൻ. അത് നന്നായിട്ട് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് കരിവേപ്പില ഇടുക. വീട്ടിലുള്ള കരിവേപ്പിലാണെങ്കിൽ ഇനി നല്ലതാണ്, നല്ല മണവും സ്വാദും എല്ലാം ഉണ്ടാവും. അപ്പോൾ കരിവേപ്പില ഇടുക. കരിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ എണ്ണ ഒന്നും ഇങ്ങനെ വേറെ കാണുമ്പോഴത്തേക്ക് ഈ നമ്മളിത് വറുത്തത് എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ പാത്രത്തിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും ഉലുവാപ്പൊടിയും കായം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഉപ്പിടുകയാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കട്ടക്കായം കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് അത് നല്ല കുക്കായതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിളയ്ക്കാൻ വിടണം. അതിലേക്ക് പിന്നെ നമ്മൾ ഇടേണ്ട കാര്യമാണ് കുരുമുളക് പൊടി. ഇതിൽ നമ്മൾ ചുമന്ന മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല, കുരുമുളകാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കുരുമുളക് ഇട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പം നമുക്കത് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചാൽ പെട്ടെന്ന് വേവും. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു പാനിൽ കുറച്ച് ജീരകം എടുക്കുക. ജീരകം എടുത്ത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം മല്ലി കാണിക്കുന്ന കണക്ക് കൈയൊന്നും ഇട്ട് ഇളക്കരുത്, ഒരു ബുദ്ധിമോശം കാണിക്കരുത് നിങ്ങൾ. ഈ ജീരകം എടുത്ത് ഒരു ഇടി കല്ലിട്ടിട്ട് നന്നായിട്ട് ഡമാർ എന്ന് പറഞ്ഞ് ഇടിക്കുക. ഇടിച്ച് അതൊന്ന് ഇച്ചിരി പൗഡറാകുമ്പം ആ പൊടിച്ച ജീരകം എടുത്ത് നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന രസത്തിൽ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് പിന്നെ നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം, ഇച്ചിരി വെള്ളം ആഡ് ചെയ്യുക. പിന്നെ നന്നായിട്ട് പുളിവെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പിന്നെയും വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മളിനി ഇതിലിടേണ്ടത് എന്താണ്, നല്ല ഫ്രഷ് മല്ലിയിലയാണ് ഇടേണ്ടത്. പക്ഷേ മല്ലീൻ്റെ അടുത്ത് ഫ്രഷ് മല്ലിയില ഇല്ലായിരുന്നു, കുറച്ച് ഉണങ്ങിയ മല്ലിയില ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ കോരി മാറ്റി വെച്ച മറ്റേ കരിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, അത് നമ്മൾ മേളിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ ദാ മല്ലി എനിക്ക് ഒരു സ്പൂണിലെടുത്ത് തരികയാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തു, നല്ലതായിരുന്നു. ദാ മല്ലി സ്പൂണെടുത്തു. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ മുഖഭാവത്തിൽ മനസ്സിലാക്കാം, എനിക്ക് രസം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിക്കുന്ന മുമ്പേ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. കഴിച്ചതിന് ശേഷം ദാ വരുന്നു നവരസങ്ങൾ. ആഹാ, വെരി നൈസ്. കണ്ടില്ലേ, സൂപ്പർ. അപ്പോൾ താങ്ക് യു മല്ലി, അടിപൊളി രസം. താങ്ക് യു.